700 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന മുതലക്കോടം ഫൊറോന പള്ളി മഹാജൂബിലി ആഘോഷിക്കുന്നു. നവംബർ 15 മുതൽ 18 വരെയാണ് മഹാജൂബിലി ആഘോഷം. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോടം ഫൊറോന പള്ളി സ്ഥാപിതമായിട്ട് 700 വർഷം പൂർത്തിയാവുകയാണ്. മുതലക്കോടം ഫൊറോന പള്ളി 1132 സ്ഥാപിതമായെന്നാണ് കരുതപ്പെടുന്നത്. മഹാജൂബിലി സമാപനാഘോഷങ്ങൾ നവംബർ 15 മുതൽ 18 വരെ നടക്കും. 15 വൈകിട്ട് 4 മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലും 70 വൈദികരും പങ്കെടുക്കുന്ന കൃതജ്ഞതാബലി നടക്കും. സമർപ്പിത സംഗമ ദിനമായ 16 വൈകിട്ട് 4:30 സമൂഹബലി ഉണ്ടായിരിക്കും. മുത്തപ്പൻ ദിനമായ 17 രാവിലെ 7 10 വൈകിട്ട് 4:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. സമാപന ദിവസമായ 18 ഉച്ചകഴിഞ്ഞ് 3:30 ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് വികാരി ഫാദർ ജോർജ് വലിയപ്പുറം പറഞ്ഞു. ഈ പരിപാടികൾക്ക് മുന്നോടിയായി 5 ദിവസത്തെ ധ്യാനം നടത്തുന്നുണ്ട്. കൃപ അഭിഷേക ധ്യാനം. ധ്യാനഗുരു അനുഗ്രഹീത വചന പ്രഘോഷകനായ ഡൊമിനിക് വാളമനാമച്ചൻ. അദ്ദേഹം അണക്കര മറീൻ റിട്രീറ്റ് സെന്ററിന്റെ ഡയറക്ടറാണ്. വൈകിട്ട് 4 മണിക്കാണ് ആരംഭിക്കുന്നത്. 4 മുതൽ 9 മണി വരെയായിരിക്കും ധ്യാനം. നവംബർ 10 ശനിയാഴ്ച മുതൽ 14 ബുധനാഴ്ച വരെ. ധ്യാനത്തിലൂടെ ഒരുക്കങ്ങൾ നടത്തിയ ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി സത്യത്തിൽ കൃതജ്ഞതാ ദിനാഘോഷമാണ്. 15 നവംബർ വൈകിട്ട് 4:30 ജൂബിലി കൃതജ്ഞതാ ബലി. അതിന് നേതൃത്വം നൽകുന്നത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ജോർജ് ആലഞ്ചേരി പിതാവായിരിക്കും. അദ്ദേഹത്തിന് കൂടെ സഹകാർമ്മികരായി കോതമംഗലം എത്താൻ മാർ ജോർജ് പുന്നക്കോട്ടിലും 70 വൈദികരുണ്ടായിരിക്കും. അന്ന് കാഴ്ച സമർപ്പണത്തിനായിട്ട് ഇടവകയിലെ 70 പ്രതിനിധികൾ വിശുദ്ധ ബലിയുടെ ആരംഭത്തിൽ കാഴ്ച സമർപ്പിക്കുന്നതാണ്. ബസ് ചാർജ് വർധനവിനെതിരെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് MK ജനാർദ്ദനൻ, KM അമ്മു, ഷിബു പുത്തൂരാൻ, ഷാജി TJ, CC ജോർജ്, അയ്യപ്പൻ എന്നിവർ നേതൃത്വം നൽകി. സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഉള്ളതിനേക്കാൾ എത്രയോ 10 മടങ്ങ് വിലക്കയറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനും പുറമെ കറണ്ട് ചാർജ് ഇരട്ടി വർദ്ധിപ്പിച്ചിരിക്കുന്നു. 500 600 രൂപ അടച്ചിരുന്ന കറണ്ട് ബില്ലുകൾ ഇപ്പോൾ 1000 രൂപ അടയ്ക്കേണ്ട സ്ഥിതിയാണുള്ളത്. അതുപോലെ തന്നെയാണ് ഓരോ സാധനങ്ങളുടെയും വിലക്കയറ്റം. 1 കിലോ അരിക്ക് നല്ല അരിക്ക് മാർക്കറ്റിൽ 35-40 രൂപ വില കൊടുക്കണം. അതുപോലെ തന്നെ മാർക്കറ്റിൽ പച്ചക്കറിക്ക് 180 രൂപ വില കൊടുക്കണം. ഈ ഗുരുതരമായ അവസ്ഥകൾക്ക് യാതൊരുവിധ പരിഹാരവും കാണാൻ ഈ UDF സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവൻ ജനവഞ്ചനയാണ്. ഇനി ഒരിക്കലും ഇത് തുടർന്നു പോകാൻ അനുവദിക്കാൻ ജനങ്ങൾക്ക് നിവർത്തിയില്ല. കാരണം ഈ വിലക്കയറ്റത്തിന് നടുവിൽ ഇത്രയേറെ കഷ്ടപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന ഈ ജനതയുടെ മേൽ വീണ്ടും ബസ് ചാർജ് വർധന അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. മറയൂരിൽ ഐ ഗ്രൂപ്പ് യോഗത്തിൽ കയറി A വിഭാഗം നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ച് വണ്ണപ്പുറത്ത് പ്രകടനം നടത്തി. ഐ ഗ്രൂപ്പ് നടത്തിയ പ്രകടനം മണ്ഡലം പ്രസിഡന്റ് PS സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. മറയൂർ അക്രമത്തിൽ CP മാത്യു, ബേബി ചീമ്പാറ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ?
ഞങ്ങളുടെ പ്രിയരാം നേതാക്കളെ ഗുണ്ടകളെ കാണും കട്ടായോ. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ കുട്ടികൾക്ക് ഹെലികോപ്റ്റർ യാത്രയ്ക്ക് അവസരം ഒരുങ്ങുന്നു. ഒരാൾക്ക് 10 മിനിറ്റ് യാത്രയാണ് അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിലെ സ്കൂളുകളിൽ ആദ്യമായി തൊടുപുഴ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ കുട്ടികൾക്ക് ഹെലികോപ്റ്റർ യാത്രയ്ക്ക് അവസരമൊരുങ്ങുന്നു. സ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ ഹെലിപാഡിൽ നിന്നും പറന്നുയരുന്ന ഹെലികോപ്റ്റർ 10 മിനിറ്റിനകം തൊടുപുഴ നഗരവും പിന്നിട്ട് മലങ്കര ജലാശയത്തിലെ ഓളപ്പരപ്പുകളുടെ ഹൃദ്യത നുകർന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ പറന്നിറങ്ങുന്ന രീതിയിലാണ് യാത്ര സജ്ജീകരിച്ചിരിക്കുന്നത്. പാഠപുസ്തകത്തിന്റെ ഭാഗമായി പരിചയിച്ച ഹെലികോപ്റ്ററിനെ അടുത്തറിയാനും പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാനുമുള്ള അപൂർവ അവസരമാണ് സ്കൂളിലെ കുട്ടികൾക്ക് കൈവന്നിരിക്കുന്നത്. ഏവിയേഷൻ രംഗത്തെക്കുറിച്ചും ജോലി സാധ്യതകളെക്കുറിച്ചും പൈലറ്റ് നയിക്കുന്ന ക്ലാസുകളും സ്കൂളുകളിലെ കുട്ടികൾക്കായി ഹെലി ടൂറിസത്തിന്റെ ഭാഗമായ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. നവംബർ 10 ശനിയാഴ്ചയാണ് യാത്രാദിനം. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡും കൊച്ചിയിലെ എയർ ടൂർസ് കമ്പനിയും ചേർന്നാണ് സ്കൂളിലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി വ്യോമയാത്രയ്ക്ക് അവസരമൊരുക്കിയത്. 10 മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രയ്ക്ക് 5800 രൂപയോളം ചെലവ് വരുമ്പോൾ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിലെ യാത്രയ്ക്ക് മുതിർന്നവർക്ക് 3200 രൂപയും കുട്ടികൾക്ക് 3000 രൂപയും മാത്രമാണ് ഈടാക്കുന്നതെന്ന് എയർ ടൂർസ് കമ്പനി MD ഷോബി പോൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. 6 പേർക്കിരിക്കാവുന്ന ഫ്രഞ്ച് നിർമ്മിത AS-350B3 യൂറോ കോപ്റ്ററാണ് യാത്രയ്ക്ക് ഉപയോഗിക്കുകയെന്ന് ഷോബി പോൾ പറഞ്ഞു. പുത്തൻ സാങ്കേതിക വിദ്യകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ സ്കൂൾ മാനേജ്മെന്റ് കാണിക്കുന്ന താൽപര്യം മൂലമാണ് ഇത്രയും കുറഞ്ഞ നിരക്കിൽ വ്യോമയാത്ര സ്കൂളിലെ കുട്ടികൾക്കായി സാധ്യമാകുന്നതെന്ന് ടൂറിസം മേഖലയിലെ പൊതു സാന്നിധ്യമായ ഷോബി പറഞ്ഞു. ശരിക്കും ഒരു ഹെലികോപ്റ്റർ ഒരു മണിക്കൂർ റെന്റ് ഔട്ട് ചെയ്യണ കോസ്റ്റ് DLF-നോ അല്ലെങ്കിൽ ശരിക്കും എയറോക്രാഫ്റ്റിനോ നമ്മൾ പേ ചെയ്യണം 1,20,000 റുപ്പീസാണ്. അൾട്ടിമേറ്റ് ഈ പ്രോഗ്രാം എയർ ടൂർസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നഷ്ടം തന്നെയാണ്. അല്ലെങ്കിൽ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു ഐഡിയ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ കൂടുതൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് തിരിപ്പിക്കുന്നു എന്നുള്ളത് വ്യക്തവുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ അനുബന്ധിച്ചുണ്ടാവുന്ന ഹെലി ടൂറിസം, ഫ്ലവർ ഗ്രോപ്പിംഗ്, അതുമല്ലെങ്കിൽ എയർ ആംബുലൻസ്, ഓർഗൻ ട്രാൻസ്ഫറിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫ്യൂച്ചറിൽ അവെയർ ആക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന റോഡ് ഷോ മാത്രമാണ് ഇത്. പടിഞ്ഞാറേക്കൊടിക്കുളം തോംസൺ ഗ്രാനൈറ്റ്സിലെ തൊഴിലാളികൾ അനിശ്ചിതകാല സത്യാഗ്രഹം തുടരുകയാണ്. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, മറ്റു സ്ഥാപനങ്ങളിലേതിന് തുല്യമായ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അനുഭാവ സത്യാഗ്രഹം പ്രോജക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി G. വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. N. സദാനന്ദൻ, PJ ഉലഹന്നാൻ, ഹസൻ റാവുത്തർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊഴിലാളികൾ നടത്തുന്ന സമരങ്ങളോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുക എന്ന മുതലാളിമാരുടെ സാധാരണ കാണാറുള്ള അല്ലെങ്കിൽ അവർ സ്വീകരിക്കാറുള്ള സമീപനമാണ് തോംസൺ ഗ്രാനൈറ്റ് സമരത്തിലും അതിൻ്റെ മാനേജ്മെന്റ് സ്വീകരിച്ചിരിക്കുന്നു. മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഈ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അങ്ങനെ നിഷേധിക്കുമ്പോൾ അതിന് സഹായം നൽകുന്ന ഭരണ സംവിധാനം കേരളത്തിലുണ്ടായതോടുകൂടി ഇങ്ങനെയുള്ള സമരങ്ങളെ നിഷേധാത്മകമായ രീതിയിൽ കാണാനും അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുമുള്ള വ്യഗ്രത മാനേജ്മെന്റിന് കൂടും. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സമരങ്ങളിൽ ഉറച്ചു നിൽക്കാനും അവരുന്നയിച്ചിരിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ കുറെ കൂടി കരളുറപ്പോടുകൂടി മുന്നോട്ട് പോകുവാനും അവരും തയ്യാറാകും. ഇവിടെ തോംസൺ ഗ്രാനൈറ്റിലെ തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിലും അതുതന്നെയാണ് കാണുക. ഇപ്പോൾ ഇവിടെ ഈ സമരസമിതി പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവനയിൽ സാധാരണ ട്രേഡ് യൂണിയൻ നിയമങ്ങളെ ഈ മാനേജ്മെന്റ് നിർലജ്ജം നിഷേധിക്കുന്ന സമീപനം കാണുന്നു. ജോയിന്റ് കൗൺസിൽ തൊടുപുഴ ബ്രാഞ്ച് സമ്മേളനം അർബൻ ബാങ്കിൽ നടന്നു. ES ബിജിമോൾ MLA ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് ഹോർമിസ് കുരുവിള അധ്യക്ഷനായിരുന്നു. A. സുരേഷ് കുമാർ, KS രാഗേഷ്, D. ബിനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് സ്റ്റേഷനിൽ കയറി മര്യാദയില്ലാതെ പെരുമാറുന്ന പൊതുപ്രവർത്തകന്റെ രീതി തെറ്റാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വായടക്കം അടപ്പിക്കുവാൻ സുധാകരൻ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിൽ ആഭ്യന്തരമന്ത്രിയെ കാലുകുത്തിക്കത്തില്ല
സ്വീകരിച്ചില്ല എന്ന് പറയുന്നതും കോൺഗ്രസിന്റെ നേതാവ് സുധാകരനാണ്. എന്താണ് നടപടി എന്ന ചോദ്യത്തിന് നടപടി സ്വീകരിക്കും, IG-യുടെ റിപ്പോർട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിയോട് IG-യുടെ റിപ്പോർട്ട് എന്താണ് എന്ന ചോദ്യത്തിന് വ്യക്തമായി മറുപടി പറയുവാൻ നിവൃത്തിയില്ലാതെ നിസ്സഹായനായി ഇരുട്ടിത്തപ്പുന്ന റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണ് എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ മുഖം ഇന്നലെ കേരളം കണ്ടു. നിസ്സഹായ അവസ്ഥയിൽ പല മന്ത്രിമാരും, തിരുവഞ്ചൂർ മാത്രമല്ല, മുഖ്യമന്ത്രി മാത്രമല്ല, ഈ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഏത് മന്ത്രിമാരെ എടുത്ത് പരിശോധിച്ചാലും അവരുടെ ഒക്കെ മുഖത്ത് ഈ നിസ്സഹായതയുണ്ട്. ആരാണ് ഭരണം കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ വൻകിട കുത്തകക്കാരാണ്, വൻകിട മുതലാളിമാരാണ്. അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഭരണം. നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യാൻ പാടില്ലയോ അതൊക്കെ ചെയ്യുന്ന കാഴ്ച. എത്ര ശക്തമായ പ്രതിരോധം ഉയർത്തിയാലും ഈ പ്രതിരോധങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കത്തില്ല. ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ഉയർത്തുന്ന വെല്ലുവിളി, അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുവാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് ധൈര്യം നൽകുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഈ നാട്ടിലെ മാഫിയകളാണ് അതിന് പിൻബലം നൽകുന്നത്. മാഫിയകളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ പറയുന്നത് ഞങ്ങൾ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു, ജനങ്ങളെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും. KTUCM ജില്ലാ നേതൃപരിശീലന ക്യാമ്പ് നവംബർ 10 ഇടുക്കി ജില്ലാ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള കോൺഗ്രസ് M വർക്കിംഗ് ചെയർമാൻ മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. നേതാക്കളായ TP മൽക്ക, വർഗീസ് സക്കറിയ, AS ജയൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ യൂണിയന്റെ വിവിധ ട്രേഡ് യൂണിയനകത്ത് പ്രവർത്തിക്കുന്ന യൂണിറ്റ് ഭാരവാഹികളെയാണ് ഈ ക്യാമ്പിലേക്ക് പങ്കെടുപ്പിക്കുന്നത്. ഈ 250ഓളം പ്രവർത്തകരാണ് ഈ നേതൃത്വ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. KTUCയുടെ ഒരു വർഷത്തേക്കുള്ള കർമ്മ പരിപാടിക്ക് ഈ ക്യാമ്പിൽ വെച്ച് രൂപം കൊടുക്കും. സംഘടനാ പ്രവർത്തന വിഷയങ്ങളെക്കുറിച്ച് ചർച്ചയുണ്ട്. അതുപോലെ വിവിധ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി തൊഴിലാളികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ചുള്ള ക്ലാസ് എടുക്കുന്നു. ട്രേഡ് യൂണിയൻ പ്രവർത്തനം സമൂഹത്തിൽ എങ്ങനെ എന്നുള്ള വിഷയത്തെക്കുറിച്ചും ക്ലാസ് എടുക്കും. ഈ ക്യാമ്പ് രാവിലെ 10:30 ബഹുമാനപ്പെട്ട പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനും കേരളത്തിന്റെ ജലസേചന വകുപ്പ് മന്ത്രിയുമായ ശ്രീ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. സെമിനാറിന്റെ ഉദ്ഘാടനം KTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ബേബി പതിപ്പള്ളി, ക്യാമ്പില് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ KTUCയുടെ ചുമതലയുള്ള ഇടുക്കിയുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ റോഷി അഗസ്റ്റൻ മുഖ്യ പ്രഭാഷണം നടത്തുന്നതാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീ അലക്സ് കോഴിമല, ശ്രീ MJ ജേക്കബ്, പ്രൊഫസർ K ആന്റണി, ഷീല സ്റ്റീവൻ, ജോസ് കോലടി എന്നിവരും ക്യാമ്പിൽ പങ്കെടുക്കുന്നതാണ്. വെള്ളത്തിൽ വീണ കുരുന്നിനെ രക്ഷിച്ച 78-കാരനായ മത്തച്ഛനെ തൊടുപുഴ നഗരസഭാ കൗൺസിൽ അനുമോദിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉപഹാരം സമർപ്പിച്ചു.